യൂട്യൂബിൽ ചാനൽ തുടങ്ങി. അപ്പം വെറുതെ തുടങ്ങിയാൽ പോരല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ എന്നും എന്ത് വീഡിയോ ചെയ്തിടും എന്നിരുന്ന് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചുകളുടെ അനാലിസിസ് ഒക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഞാൻ റിവ്യൂ ചെയ്യില്ല കേട്ടോ, എൻ്റെ റിവ്യൂ അടപടലം മൂഞ്ചി. അപ്പോൾ അത്തരം ഒരു കാര്യമില്ലാത്ത വീഡിയോസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്ന അതുപോലെ നടന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ഏറി കയറുന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനു മുമ്പ് പ്രഡിക്ഷൻ വീഡിയോസ് അത്ര ഒരു സംഭവം ഉണ്ടാവില്ല. കാണുന്ന മത്സരങ്ങളുടെ ഇപ്പോൾ എനിക്ക് കൊളംബിയ മറ്റേ ഉറുഗ്വ മത്സരം കാണാൻ പറ്റിയില്ല. ഞാൻ ഉറുഗ്വ ആണ് കോപ്പ അമേരിക്ക വിന്നറാവുമെന്ന് പ്രതീക്ഷിച്ചത്. അപ്പോൾ അപ്പോൾ ആ കളികളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ റിവ്യൂ വീഡിയോകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്നലെ ഞാനൊരു നല്ല തള്ളിസ്റ്റാണ്, ഒരു നല്ല തള്ളലുകാരനാണ്. അപ്പോൾ ഞാനിങ്ങനെ തള്ളിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പഴയ കുറച്ച് കഥകൾ, ലൈഫ് സ്റ്റോറിയിൽ നല്ല രസകരമായ ഒരുപാട് കഥകളുണ്ട് എനിക്ക്. അപ്പോൾ ആ ഒന്ന് രണ്ട് കഥകൾ ഇന്നലെ തള്ളി. ഒന്നൊരു തീറ്റ മത്സരത്തിൻ്റെ കഥയായിരുന്നു, മറ്റൊന്ന് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും ഡിഗ്രി പറ്റിച്ച കഥയാണ്. ഡിഗ്രിയിൽ എക്സാം ഒരു പറ്റിച്ച കഥയുണ്ട് ഡിഗ്രി പഠിക്കുമ്പോൾ. അത് ഞാനിങ്ങനെ എൻ്റെ വരുമ്പോൾ ഇനിയിപ്പോൾ ഇക്വാലിറ്റിയും പുരുഷനും എന്ന വിഷയത്തിൽ ഞാൻ ഇപ്പോൾ 2 വീഡിയോ ചെയ്തു കഴിഞ്ഞു. കാരണം ഇനി എവിടെ സ്ത്രീ മൂലം പുരുഷൻ വഞ്ചിക്കപ്പെട്ട് പുരുഷൻ ജയിലിൽ പോയാലോ അല്ലെങ്കിൽ പുരുഷൻ അത് സംബന്ധമായി എന്തെങ്കിലും ചെയ്താലോ ഞാൻ ആ പരമ്പരകളിൽ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് എൻ്റെ ഭാഗത്തു നിന്ന് വരും. ഞാൻ അറിയുന്ന ന്യൂസിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും നമ്മൾ പറയണമല്ലോ, വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമല്ലോ. അപ്പം നെക്സ്റ്റ് എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് ലൈഫ് സ്റ്റോറിയിൽ ഇതുപോലെ ഒരുപാട് രസകരമായ കഥകളുണ്ട്. ഒരു നുണക്കഥയുണ്ട് കേട്ടോ, അത് വളരെ രസകരമായൊരു നുണക്കഥയുണ്ട്. അതായത് കഥയല്ല, അത് മറ്റൊരാളോട് ഞാനും വേറൊരു വ്യക്തിയും കൂടി ചേർന്ന് നല്ല ഒന്നാന്തരമായിട്ടുള്ളൊരു നുണക്കഥ പറഞ്ഞിട്ടുണ്ട്. അത് അയാൾ വിശ്വസിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ കഥ ഇപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് ആ 3 കഥയാണ്. അപ്പോൾ ഞാൻ അത് ലൈഫ് സ്റ്റോറിയിലെ രസകരമായ കഥകൾ അത് 1 by 1 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അതിൽ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഫസ്റ്റ് കഥ എൻ്റെ തീറ്റ മത്സരത്തിൻ്റെ കഥ തന്നെ ആവട്ടെ. ഇത് സംഭവിക്കുന്നത് ഞാൻ 5-ലോ 6-ലോ പഠിക്കുമ്പോഴാണ്, 2000-2001 ടൈമിൽ. അന്ന് പൊറോട്ടയ്ക്ക് 2 രൂപയാണ് വില, ചിക്കൻ കറിക്കും ബീഫിനും ഒക്കെ 10 രൂപയാണ് വില. അതായത് ഒരു 20 രൂപ അന്ന് നമുക്കുണ്ടെങ്കിൽ 5 പൊറോട്ടയും ഒരു ചിക്കൻ കറിയോ ബീഫ് കറിയോ നമുക്കന്ന് കഴിക്കാം. ആ കാലഘട്ടം മനോഹരമായ കാലഘട്ടമായിരുന്നു. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമില്ലാത്ത കാലഘട്ടം. നമ്മൾ എല്ലാ കൂട്ടുകാരന്മാരും വൈകുന്നേരം ഏതെങ്കിലും കലിങ്കിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് കാണുകയും സൗഹൃദം പുതുക്കുകയൊക്കെ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ കാലഘട്ടമായിരുന്നു അത്. എന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വന്നു, ഇതെല്ലാം കുറഞ്ഞു തുടങ്ങി, ഫ്രണ്ട്ഷിപ്പിൻ്റെ വ്യാപ്തി കുറഞ്ഞു തുടങ്ങി. അതിൻ്റെ എന്താ പറയുക, പഴയ ഒരു സത്യസന്ധത ഈ ബന്ധങ്ങളിൽ ഇല്ലാതായി എന്നെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്രയും മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ഒരു 90s പകുതിക്കൊക്കെ ശേഷമുള്ള ഇപ്പം അന്ന് സ്കൂളിൽ സിനിമകളൊക്കെ കാണിക്കും, നമ്മളെ 5 രൂപയൊക്കെ കൊടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ന് കാണിക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ വളരെ എന്താ പറയുമ്പോൾ ഒരു C-ക്ലാസ് തിയേറ്ററുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു 5-6 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടേക്കൊക്കെ സിനിമ എത്തുള്ളൂ. അങ്ങനെ ആ കാലഘട്ടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകൾ മതിയാവില്ല. കാരണം ഇത്തരം സൗകര്യങ്ങളൊന്നും അന്നില്ലെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും അന്ന് വളരെ രസകരമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ തീറ്റ മത്സരത്തിൻ്റെ കഥയിലോട്ട് വരാം. ഞാൻ പറഞ്ഞത് ഇത് 5-ലോ 6-ലോ പഠിക്കുമ്പോഴാണ്. ഞാൻ നല്ലൊരു തീറ്റക്കാരനാണ്. ഇരുന്നിരിപ്പിന് ഒരുപാട് തിന്നാൻ എനിക്ക് സാധിക്കും, ഇപ്പോഴും സാധിക്കും. നല്ല പോളിങ്ങാണ് ഞാൻ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരുപാട് തിന്നുന്നവരെക്കുറിച്ച് മറ്റുള്ളവർ കളിയാക്കുന്ന സംഭവമുണ്ട്, അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് എനിക്ക് പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നന്നായി ഫുഡ് കഴിക്കുന്നവർ അവരെ വയറ് നിറയാത്തത് കൊണ്ടാണ് കഴിക്കുന്നത്. വയറ് നിറഞ്ഞാൽ ഒരു അരി വറ്റുപോലും ഒരു മനുഷ്യനും കഴിക്കില്ല. ഇപ്പം എനിക്കൊരു ദോശ തിന്നാൽ തന്നെ വയറ് നിറയല്ലോ, മറ്റൊരാൾ 10 ദോശ തിന്നുന്നത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കരുത് ദയവ് ചെയ്തിട്ട്. അവർക്ക് വയറ് നിറയാത്തത് കൊണ്ടാണ്. ഓരോരുത്തരുടെയും അഗ്നി വലുതാണ്, ഓരോരുത്തരുടെയും അഗ്നി ഓരോരോ രീതിയിലാണ്. ദയവ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരെ കളിയാക്കാതിരിക്കുക. അവർക്ക് വയറ് നിറയാത്തത് കൊണ്ടാണ് അവർ കഴിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അങ്ങനെ ഞാൻ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുള്ള ആളാണ്. കാരണം ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കണമുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ കഥ പറഞ്ഞപ്പോൾ പോലും അവിടെയുള്ളവരൊക്കെ ഞെട്ടിത്തെരിച്ചു. മനസ്സിലായി, ഇത്രയൊക്കെ എങ്ങനെ കഴിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് നമുക്ക് അത്രയും കഴിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളത് കഴിക്കുമോ? ഇപ്പോൾ ആ പറയുന്ന പോലെ തന്നെ 2 ചപ്പാത്തിയോ 2 പൊറോട്ടയോ അല്ലെങ്കിൽ 2 ദോശയോ തിന്ന വയറ് നിറയുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, ഇപ്പോൾ ഈ കഥയിൽ പറയുന്ന രീതിയിൽ കഴിക്കില്ല.
അപ്പോൾ ഇനി തീറ്റ മത്സരത്തിൻ്റെ കഥയിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ കടമ്പിപ്പുറം അർച്ചന തിയേറ്ററാണ് പണ്ട്. ഇപ്പം അത് അവിടെ ഒരു ബാറായിരിക്കണം. അപ്പോൾ അർച്ചന തിയേറ്ററിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ചെർപ്പശ്ശേരി റോഡിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഖാദിയുടെ അപ്പുറത്ത് ഒരു ചെറിയ ഷെഡൊക്കെ കെട്ടിയിട്ട് ഒരു ചെറിയ തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ നല്ല നനുനനുത്ത പൊറോട്ട കേട്ടോ. അഞ്ചെണ്ണം എന്നാലും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ആവില്ല. പക്ഷേ എങ്ങനെയെങ്കിലൊക്കെ നമ്മളന്ന് സ്കൂളിൽ പഠിക്കുന്ന ആളല്ലേ, 10-20 ഉറുപ്പ്യ ഒപ്പിക്കണമെങ്കിൽ തന്നെ നല്ല പാടാണ്. അപ്പോൾ 20 ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ട് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 20 രൂപയ്ക്ക് 5 പൊറോട്ടയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ കഴിച്ചിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ആ നാട്ടിലെ വേറൊരു തീറ്റക്കാരനുണ്ട്. ആ ഏട്ടൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം ഇന്ന് ആ മനുഷ്യൻ അതൊരു നാണക്കേടായാലോ. ആ ഏട്ടൻ അതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് അതൊരു ബെറ്റിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ആൾറെഡി 5 പൊറോട്ടയും ഒരു ബീഫോ ചിക്കനോ കഴിച്ച് നിൽക്കുകയാണ്. അതിൽ പുറമോട്ട് ഞാൻ പിന്നെ 12 പൊറോട്ടയും 2 ബീഫും കൂടി കഴിച്ച് ആ തീറ്റ മത്സരത്തിൽ ജയിച്ചു. അപ്പോൾ ആ തീറ്റ മത്സരം എങ്ങനെയായിരുന്നു സംഭവം വെച്ചാൽ ബെറ്റാ. ഞാൻ കഴിച്ച് ജയിച്ച് കഴിഞ്ഞാൽ പൈസ ആൾ കൊടുക്കാം, അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. ആ പൈസ ഒന്നുമില്ല, പക്ഷേ ബെറ്റിൽ ജയിച്ചു ഞാൻ. അങ്ങനത്തെ ഒരു ചെറിയൊരു സ്മാൾ കഥ. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷെയർ ചെയ്യൊന്നും വേണ്ട, ഇത് അധികം ആൾക്കാർ ആരും അറിയണ്ട. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കും. താങ്ക് യു വെരി മച്ച്.